പോൾട്ടോവയിൽ ഇന്നലെ രാവിലെ റഷ്യയുടെ ഒരു മിസൈൽ ആക്രമണം നടന്നു. ഇത് നടന്ന് അവസാനിച്ചതിന് ശേഷം ഉടനെ ലോകരാജ്യങ്ങൾ ഉക്രൈനെ സഹായിക്കുന്ന പല പാശ്ചാത്യ രാജ്യങ്ങൾ ഒരു പ്രഖ്യാപനം നടത്തുന്നു. അതിൽ പ്രധാനമായി ഉക്രൈൻ സ്റ്റേറ്റ്മെന്റിൽ അവർ പറഞ്ഞത്, സൈനിക പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന പോൾട്ടോവ മിലിറ്ററി സ്കൂൾ ആശുപത്രിക്ക് നേരെ റഷ്യ വളരെ മോശമായ ആക്രമണം നടത്തി. യാതൊരു മനുഷ്യത്വവും ഇല്ലാത്ത ആക്രമണം ഉക്രൈന് നേരെ റഷ്യ നടത്തി. ലോകനാടുകൾ എല്ലാവരും ചേർന്ന് റഷ്യയെ ഒരു ഭീകര സംഘടനയായി പ്രഖ്യാപിക്കണം എന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കുക മാത്രമല്ല ചെയ്തത്. 50-ൽ കൂടുതൽ പേർ അവിടെ മരിച്ചിട്ടുണ്ട്. 271-ൽ കൂടുതൽ പേർക്ക് പരിക്കേറ്റു എന്ന അറിയിപ്പും പുറത്തുവിട്ടു. ഈ സമയത്ത് റഷ്യയുടെ ഭാഗത്തു നിന്നും ഒരു അറിയിപ്പ് വന്നു. 51 പേർ മരിച്ചു, സത്യം തന്നെയാണ്. അതിൽ എത്ര പേരാണ് ഉക്രൈൻ ജനങ്ങൾ, എത്ര പേരാണ് നാറ്റോ സൈനികർ? ഈ ഒരു ചോദ്യം റഷ്യ ഉക്രൈനോട് ചോദിക്കുന്നു. കൂടാതെ നാറ്റോ മിലിറ്ററി ഇൻസ്ട്രക്ടേഴ്സിനെയും സൈനികരെയും ഞങ്ങൾ ഉക്രൈനുള്ളിൽ വെച്ച് നശിപ്പിച്ചു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട പ്രസ്താവന നൽകി. അങ്ങനെയാണെങ്കിൽ റഷ്യ നാറ്റോ സൈനികരെ ഉക്രൈനുള്ളിൽ വെച്ച് കൊന്നോ എന്നുള്ള ആ ചോദ്യം ഇപ്പോൾ ഉയരാൻ തുടങ്ങിയിട്ടുണ്ട്. മറ്റു പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഈ ഒരു വീഡിയോയിലൂടെ വ്യക്തമായി നമുക്കറിയാം. ജിയോഗ്രഫിക്കലി നോക്കിയാൽ കാർഖീവിനും കീവ് പ്രദേശത്തിനും മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന കീവിൽ നിന്നും ഒരു 300 കിലോമീറ്റർ അകലെയുള്ള വളരെ പ്രധാനപ്പെട്ട പ്രദേശമാണിത്. റഷ്യ കൂടുതലായും ഈ ഒരു ഭാഗത്തെ കേന്ദ്രീകരിച്ചൊരു ആക്രമണം അങ്ങനെ നടത്തിയിട്ടില്ല. എത്ര തന്നെ ആ പോൾട്ടോവ ഭാഗത്ത് മിലിറ്ററി ബേസസ്, എയർ ബേസസ്, മിലിറ്ററി ക്യാമ്പ്, ഇങ്ങനെ ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണ്ടെങ്കിലും മറ്റ് സ്ഥലങ്ങളിൽ നടത്തുന്ന ആക്രമണം പോലെ ഒരു കോർഡിനേറ്റഡ് ആക്രമണങ്ങളൊന്നും റഷ്യ ഇവിടെ ചെയ്തിട്ടില്ല. എന്നാൽ ഇവയെല്ലാം ഇന്നലെ രാവിലെ വരെ മാത്രമായിരുന്നു. ഇന്നലെ രാവിലെ ഏകദേശം 9:15 ആദ്യമായി ഒരു വിവരം പുറത്തു വന്നു. റഷ്യ പോൾട്ടോവയിൽ ഒരു ആക്രമണം നടത്തിയെന്നുള്ള ഒരു വാർത്ത പുറത്ത് പടരാൻ തുടങ്ങി. അതിനുശേഷം ഒരു 10 മണിയോടുകൂടി 9:30-നും 10-നും ഇടയിൽ ഒരു 50 ഉക്രൈൻ പട്ടാളക്കാർ മരിച്ചുവെന്ന് അവിടെയുള്ള ഗ്രൗണ്ട് ഇൻഫർമേഷൻ വഴി വിവരം പുറത്തു വരാൻ തുടങ്ങി. ഇതിനുശേഷമാണ് ഈ ഒരു ആക്രമണം എങ്ങനെ നടന്നു, ഈ സ്ഥലം എന്തുകൊണ്ട് റഷ്യ ലക്ഷ്യമിട്ടു എന്നുള്ള പ്രധാനപ്പെട്ട വിവരം പുറത്തു വരാൻ തുടങ്ങിയത്. ഈ പോൾട്ടോവ എന്നത് ഒരു മിലിറ്ററി സ്കൂളാണ്. പക്ഷെ ആ സ്കൂൾ ഇപ്പോൾ സജീവമല്ല. പകരം സൈനിക നടപടികളാണ് അവിടെ കൂടുതലായും ഉക്രൈൻ നടത്തുന്നത്. ഈ മുൻനിരയിൽ ധാരാളം പദ്ധതികൾ ഉക്രൈൻ നടത്തുന്നുണ്ടല്ലോ. അതിനാവശ്യമായ പിന്തുണ, അതിനാവശ്യമായ പ്ലാനിങ്, ഇങ്ങനെ പ്രധാനപ്പെട്ട ചില സ്ട്രാറ്റജിക് ഓപ്പറേഷൻസിന് വേണ്ടി ഈ ഒരു സൈനിക സ്കൂൾ സജീവമാണ്. ഇതിൽ ഒരുപാട് ഫോറിൻ ഇൻസ്ട്രക്ടേഴ്സും ഉണ്ട്. അതായത് ഉക്രൈൻ തന്നെ ഇത് കൺഫേം ചെയ്തൊരു കാര്യമാണ്. ഫോറിൻ ഇൻസ്ട്രക്ടേഴ്സിന്റെ സഹായത്തോടു കൂടി ഡ്രോൺ ഓപ്പറേഷൻസും മിസൈൽ ഓപ്പറേഷൻസും ആസൂത്രണം ചെയ്യാനുള്ള ഒരു കമാൻഡ് സെന്ററായി ഈ ഒരു സ്ഥലം മാറിയിട്ടുണ്ട്. ഇതിന് ഞങ്ങൾ ഉപയോഗിക്കുന്നുവെന്ന്. ഇപ്പോൾ റഷ്യ അവിടെ ചെയ്തത് ഒരു കോർഡിനേറ്റഡ് മിസൈൽ സ്ട്രൈക്ക് അവിടെ നടത്തുന്നു. 4-ൽ കൂടുതൽ മിസൈൽസ് ഉപയോഗിച്ച് ആ സ്ഥലത്ത് ആക്രമണം നടത്തുന്നു. അത് ഒരു തെർമൽ ഫുട്ടേജ്, നോർമൽ വീഡിയോ ഫുട്ടേജും എടുത്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ ഡ്രോൺ ഫുട്ടേജ് എല്ലാം പുറത്തു വന്നു. ഇതിൽ റഷ്യയുടെ സ്റ്റേറ്റ്മെന്റ് എന്തെന്ന് ചോദിച്ചാൽ, ഫോറിൻ ഇൻസ്ട്രക്ടേഴ്സ്, ഉക്രൈനെ സഹായിക്കാനായി വന്ന നാറ്റോയിലെ ഇൻസ്ട്രക്ടേഴ്സ് ആ സ്ഥലത്ത് റഷ്യക്കെതിരെ ഒരു കോർഡിനേറ്റഡ് ഡ്രോൺ ആക്രമണം ചെയ്യാനുള്ള ഒരു പദ്ധതിയിൽ ഏർപ്പെട്ടു. ഈ ഒരു വിവരം, ഇന്റലിജൻസ് വിവരം ഞങ്ങൾക്ക് ലഭിച്ചു. അത് സ്ഥിരീകരിച്ച ഒരു വിവരവുമായിരുന്നു. റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോയ്ക്ക് നേരെ സമീപകാലങ്ങളിൽ കൂടുതൽ ചാവേർ ഡ്രോൺ ആക്രമണങ്ങൾ നടക്കുന്നുവെന്ന് ലോകത്തിലെല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള ആക്രമണങ്ങൾ എല്ലാം പദ്ധതിയിട്ട് നടപ്പിലാക്കുന്നത് ഇവിടെ നിന്നുകൊണ്ടാണ്. ഇവരിത് പദ്ധതിയിട്ടത് മാത്രമല്ല, ഇത്രയും ദിവസം മോസ്കോയിൽ നടത്തിയ ആക്രമണത്തേക്കാൾ ഒരു വലിയ ആക്രമണം നടത്താനും പദ്ധതിയിട്ടു. ഒരു മൾട്ടിപ്പിൾ വേവ് ഡ്രോൺസ്, തുടർന്ന് ഡ്രോൺസിനെ അകത്തേക്ക് അയച്ചുകൊണ്ട് ഒരു വലിയ ആക്രമണം നടത്താനുള്ള എല്ലാ പ്ലാനിങ്ങും ഇവർ നടത്തി. അതുകൊണ്ട് ഞങ്ങളുടെ ടാക്ടിക്കൽ ഇസ്കാന്ദർ മിസൈൽ യൂണിറ്റ്സിനെ അലർട്ട് ചെയ്ത് ബെൽഗ്രേഡ്, സൂമി റീജിയൻ, ആ ഒരു ബോർഡർ അതിർത്തിയോട് ചേർന്ന പ്രദേശങ്ങളിൽ ഞങ്ങളുടെ ഈ റോക്കറ്റ് ഫോഴ്സസ് വഴി ഒരു ആക്രമണം നടത്തി. അതിൽ ആ മുഴുവൻ കമാൻഡ് സെന്ററും നശിച്ചു. ഇങ്ങനെ ഞങ്ങൾ നടത്തിയ ഈ ഒരു ആക്രമണത്തിൽ പലരും മരിച്ചു. അതിൽ 11 പേരിൽ കൂടുതൽ നാറ്റോയുടെ ഇൻസ്ട്രക്ടേഴ്സ് ആണ്. പ്രധാനമായും പോളണ്ട്, ജർമ്മനി പോലുള്ള രാജ്യങ്ങളിലെ സൈനിക ഉപദേഷ്ടാക്കൾ ആ സ്ഥലത്തുണ്ടായിരുന്നു. ഉക്രൈൻ വരും കാലങ്ങളിൽ നാറ്റോ വേഴ്സസ് റഷ്യ എന്ന യുദ്ധം ചെയ്യാനുള്ള നടപടികൾ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഒരു തുടക്കമാണ് നാറ്റോ രാജ്യങ്ങളുടെ സൈനിക ഉപദേഷ്ടാക്കളെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തിവെച്ചിരിക്കുകയും അവരുടെ സഹായം വഴി റഷ്യക്കെതിരെ ഒരു ആക്രമണം നടത്തുന്നതും. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് റഷ്യ പുറത്തിറക്കി. ഇതിന് ഉക്രൈന്റെ ഭാഗത്തു നിന്നും ഒരു മറുപടി വന്നു. ഈ ആക്രമണം നടക്കുമ്പോൾ ആ സ്ഥലത്ത് ഒരുപാട് പേർ ഉണ്ടായിരുന്നു. അവരുടെ സ്റ്റേറ്റ്മെന്റ് എല്ലാം നോക്കുമ്പോൾ 9:08 ഉക്രൈന്റെ ലോക്കൽ ടൈം അനുസരിച്ച് 9:08 എയർ അലാറം അടിക്കുന്നു. ഈ ഒരു അലാറത്തിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന ആളുകൾ എല്ലാവരും ഷെൽട്ടറിനെ നോക്കി ഓടാൻ തുടങ്ങി. അതൊരു വലിയ കെട്ടിടമായിരുന്നു. ഏകദേശം 7 നിലയിൽ കൂടുതലുണ്ടാകും. ഇങ്ങനെ 9:08 ഒരു അലാറം മുഴങ്ങിയതിനു ശേഷം
അടുത്ത 120 സെക്കൻഡ്, ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് ആദ്യത്തെ മിസൈൽ ആ കെട്ടിടത്തിലേക്ക് വീഴുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്തു. അടുത്ത ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഒരു 4-5 കൂടുതൽ മിസൈൽസ് ആ സ്ഥലത്ത് വീണ് പൊട്ടിത്തെറിച്ച് ആ സ്ഥലത്ത് ഒരു വലിയ ഗർത്തം തന്നെ സൃഷ്ടിച്ചു. ഇങ്ങനെ 2 മിനിറ്റിലെല്ലാം അവസാനിച്ചു. അതായത് എയർ റെയ്ഡ് അലാറം മുഴങ്ങിയത് 9:08-ന്. ഈ മിസൈൽ അവിടേക്ക് വന്ന് പതിച്ചത് 9:10-ന്. അപ്പോൾ ഈ 2 മിനിറ്റ് ഗ്യാപ്പിൽ ഞങ്ങളെ കൊണ്ട് ഷെൽട്ടറിലേക്ക് ഓടാൻ സാധിച്ചില്ല. 6 നില കെട്ടിടത്തിന് മുകളിലാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ 6ാം നിലയിലാണ് ഉള്ളതെങ്കിൽ എങ്ങനെയാണ് നിങ്ങളെ കൊണ്ട് ആ 2 മിനിറ്റിൽ പെട്ടെന്ന് ഷെൽട്ടറിലേക്കോ ബങ്കറിലേക്കോ ഓടി ഒളിക്കാൻ സാധിക്കുക? ഞങ്ങൾക്ക് ആ ഒരു സമയമേ ലഭിച്ചില്ല. അതുകൊണ്ട് സേഫ്റ്റി മെത്തേഡ്സ് വഴി ഞങ്ങളെ കൊണ്ട് അവിടെയുള്ള ആളുകളെ പുറത്തേക്ക് എത്തിക്കാനും സാധിച്ചില്ല. ഓൺ ദ സ്പോട്ടിൽ തന്നെ ഈ മിസൈൽ സ്ട്രൈക്ക് നടന്നതിന് ശേഷം 51 വ്യക്തികൾ ആ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. 271-ൽ കൂടുതൽ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇപ്പോഴും നിരവധി പേർ അവിടെയുള്ള അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അതിനാൽ ഇനിയും ഒരുപാട് പേർ മരിക്കാനുള്ള സാധ്യതയുണ്ട്. അവരുടെ അവസ്ഥ എന്താണെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല എന്ന് ലോക്കൽ ഗവർണർ ഒരു കാര്യം പറഞ്ഞു. ഇപ്പോൾ ഇതെല്ലാം നടന്നവസാനിച്ചു. റഷ്യയും പറഞ്ഞു, നാറ്റോയുടെ ഇൻസ്ട്രക്ടേഴ്സിനെ ഞങ്ങൾ ആക്രമിച്ചു, ഉക്രൈനിലെ മിലിറ്ററി ടാർഗറ്റ്സിനെ ഞങ്ങൾ ആക്രമിച്ചുവെന്ന്. ഇതിന് സെലൻസ്കിയുടെ പ്രതികരണം എന്താണ്? സെലൻസ്കി ഇതിന് പറഞ്ഞത് 51 പേർ മരിച്ചു എന്ന് പറഞ്ഞല്ലോ. അതിൽ ചിലർ മാത്രമാണ്, വെറും സിംഗിൾ ഡിജിറ്റിൽ മാത്രമാണ് അവിടെ സൈനിക ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നത്. അവിടെ ഫോറിൻ ഇൻസ്ട്രക്ടേഴ്സ് എന്ന ആരും തന്നെ ഇല്ലായിരുന്നു. മറ്റുള്ളവരെല്ലാം അവിടെയുള്ള പൊതുജനങ്ങളാണ്. അവിടെ സാധാരണ ഉണ്ടായിരുന്നവരും അവിടെ ചില സഹായങ്ങൾ ചെയ്യാൻ വന്നവരെയും റഷ്യ കൊന്നു. അടുത്തുണ്ടായിരുന്ന ആശുപത്രിയെയും നശിപ്പിച്ചുവെന്ന് അവരുടെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞു. ഇപ്പോൾ ഇതിന് റഷ്യ ഒരു ചോദ്യം ചോദിച്ചു. സെലൻസ്കി പറഞ്ഞതിന് തിരികെ റഷ്യ ഒരു ചോദ്യം ചോദിച്ചു. നേരത്തെ അത് പ്രവർത്തനക്ഷമമായിരുന്ന ഒരു സൈനിക വിദ്യാലയമായിരുന്നു. പിന്നീട് സൈനിക നടപടികൾ ചെയ്യുന്ന ഒരു സ്ഥലമാക്കി നിങ്ങൾ അതിനെ മാറ്റി. ഇപ്പോൾ സജീവമായി അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലം, നിങ്ങളുടെ സൈനിക നടപടികൾ മാത്രം നടക്കുന്ന അങ്ങനെ ഒരു സ്ഥലത്ത് എങ്ങനെയാണ് പൊതുജനങ്ങൾ വന്നത്? അവിടെ നിങ്ങളുടെ ധാരാളം സൈനിക ഉപകരണങ്ങളും നിങ്ങൾ കൊണ്ടുപോയി വച്ചിട്ടുണ്ട്. ആ സ്ഥലത്ത് പൊതുജനങ്ങൾക്ക് എന്താണ് ജോലി? ഇപ്പോൾ ഞങ്ങൾ ചെയ്ത ഈ ആക്രമണത്തിൽ മിലിറ്ററി ഇൻസ്ട്രക്ടേഴ്സ് മരിച്ചിട്ടില്ല, സാധാരണക്കാരാണ് മുഴുവനും മരിച്ചതെന്ന് നിങ്ങൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പൊതുജനങ്ങളെ അവിടെ നിങ്ങൾ ഒരു ഷീൽഡായി ഉപയോഗിച്ചിട്ടുണ്ടോ? റഷ്യക്കെതിരെയുള്ള ഒരു പദ്ധതി നിങ്ങൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. റഷ്യ അവിടെ എന്തായാലും ഒരു ആക്രമണം നടത്തുമെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഞങ്ങൾ അവിടെ ആക്രമിക്കാനായി വരുമ്പോൾ റഷ്യ ഞങ്ങളെ തൊടാൻ പാടില്ല. അതിനാൽ അവിടെയുള്ള ജനങ്ങളെ നിങ്ങൾ ഒരു ഷീൽഡായി ഉപയോഗിച്ചോ എന്നുള്ളൊരു കുറ്റാരോപണം സെലൻസ്കിക്ക് നേരെ വെച്ചു. പക്ഷേ ഇതിന് ഉക്രൈന്റെ ഭാഗത്ത് നിന്ന് യാതൊരു പ്രതികരണവും വന്നില്ല. റഷ്യയുടെ കണക്കനുസരിച്ച് നോക്കിയാൽ ഇത് ശരിയാകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ആ സ്ഥലത്ത് മരിച്ച 50 പേരും മിലിറ്ററി പേഴ്സൺസ് തന്നെയായിരിക്കണം. സിവിലിയൻ കാഷ്വാലിറ്റി ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടക്കുമ്പോൾ അറിയാൻ സാധിക്കും. പക്ഷേ അങ്ങനെ ഒരു അന്വേഷണം നടന്ന് ഒരു റിപ്പോർട്ട് വന്നാൽ പോലും ഉക്രൈൻ അത് പറയുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ ഇതിനെ കാരണമായി കാണിച്ച് സെലൻസ്കി പറയാൻ തുടങ്ങിയത് ഉക്രൈന് സഹായം വളരെ വേഗത്തിൽ വരണം. റഷ്യയുടെ ഒഫൻസീവ് പല മേഖലകളിൽ അധികമാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഉക്രൈനിലേക്ക് ആവശ്യമായ എയർ ഡിഫൻസ് സിസ്റ്റം കണക്കില്ലാതെ പാശ്ചാത്യ രാജ്യങ്ങൾ നൽകണമെന്ന് ഒരു പ്രസ്താവന നടത്തി. അതിനനുയോജ്യമായ രീതിയിൽ ജർമ്മനിയിലെ ഒരുപാട് പൊളിറ്റീഷ്യൻസും ഇപ്പോൾ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മിനിമം ഒരു 47 IRIS ടു എയർ ഡിഫൻസ് സിസ്റ്റം, സർഫസ് ടു എയർ ഡിഫൻസ് സിസ്റ്റം നമ്മൾ ഉക്രൈന് നൽകണം. എങ്കിൽ മാത്രമേ അറ്റ്ലീസ്റ്റ് ഒരു 40% എങ്കിലും റഷ്യയുടെ വ്യോമാക്രമണത്തെ ഉക്രൈന് പ്രതിരോധിക്കാനാകൂ എന്നും പറഞ്ഞു. അപ്പോൾ ഒരു ബിൽഡിങ്ങിനെ ആക്രമിച്ചതിന് ശേഷം അത് ഉക്രൈനുള്ളിൽ ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങി. ഇതിനിടയിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സംഭവിച്ചത് സെലൻസ്കിയുടെ ഗവൺമെന്റ് ഉക്രൈനുള്ളിൽ എക്സ്പയർ ആയി. കാരണം അദ്ദേഹത്തിന്റെ പദവി കാലം അവസാനിച്ചു. ഇനി അവിടെയുള്ള രാഷ്ട്രീയ വ്യവസ്ഥ അനുസരിച്ച് അടിയന്തര സാഹചര്യത്തിൽ ചില മാനദണ്ഡങ്ങൾക്കപ്പുറം സെലൻസ്കിക്ക് ആ ഒരു ഭരണകാലാവധി നീട്ടാൻ സാധിക്കില്ല. ഇപ്പോൾ സെലൻസ്കിയുടെ ഒരു കൂട്ടുകക്ഷികൾ അല്ലെങ്കിൽ അവരുടെ പാർട്ടിക്കുള്ളിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ സെലൻസ്കിക്കെതിരെ ഉയരാൻ തുടങ്ങിയിട്ടുണ്ട്. മറ്റു ചിലർ സെലൻസ്കിക്കെതിരെ സംസാരിക്കാൻ തുടങ്ങിയ ഒരുപാട് പേര് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിട്ടുണ്ട്. ഇപ്പോൾ അവരുടെ പാർട്ടിയിലുള്ളവർ അല്ലെങ്കിൽ പൊതുജനങ്ങൾ ഒരുപാട് പേർ ചേർന്ന് മൊബിലൈസേഷൻ നടത്തി. 18 വയസ്സ് അല്ലെങ്കിൽ 18 വയസ്സിന് താഴെയുള്ള എല്ലാവരെയും കൊണ്ടുപോയി നിർബന്ധിച്ച് ആർമിയിൽ ചേർക്കുന്നു. സെലൻസ്കിയുടെ സർക്കാർ യുദ്ധത്തിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നത് വഴി ഉക്രൈനിലെ ജനങ്ങൾക്ക് ഒരുപാട് പ്രശ്നം വരുന്നുണ്ട്. ഇങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞ് ഉക്രൈനുള്ളിൽ തന്നെ സെലൻസ്കിക്കെതിരെയുള്ള ഒരു ശബ്ദം ഉയരാൻ തുടങ്ങി. ഇപ്പോൾ റഷ്യ കാരണം സെലൻസ്കിക്ക് പ്രശ്നം വരുമോ ഇല്ലയോ എന്നുള്ളത് മാറ്റിവെച്ചാൽ സ്വന്തം രാജ്യത്തിലെ ജനങ്ങളുടെ രോക്ഷം തന്നെ സെലൻസ്കി സമ്പാദിക്കുകയാണെങ്കിൽ വരാൻ പോകുന്ന ദിവസങ്ങളിലും അവർക്ക് പ്രശ്നങ്ങൾ കൂടുതൽ തന്നെയായിരിക്കും.
എന്നാണ് ഉക്രൈനുള്ളിൽ ജനങ്ങളുടെ സമരം സെലൻസിക്ക് എതിരെ ഉയരുന്നത്, അന്ന് ഉക്രൈന്റെ അവസ്ഥ എന്നത് വളരെ മോശമാകും. ഉക്രൈനുള്ളിലെ ഭരണം ഇപ്പോൾ ഉള്ളത് തന്നെ ഒരു കാലാഹരണപ്പെട്ട ഭരണമാണ്. അത് പിരിച്ചുവിടാനുള്ള ഒരുപാട് അവസരങ്ങളും ഉണ്ടാക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് ഏതെങ്കിലും ഒരു രീതിയിൽ സമാധാന ചർച്ച കൊണ്ടുവന്ന് റഷ്യയുമായി ഒരു സമാധാനം വഴി ഒരു സീസ് ഫയർ കൊണ്ടുവന്നാൽ മാത്രമേ ആ സ്ഥലത്ത് ഉക്രൈൻ ഒരു നിലനിൽപ്പുണ്ടാവുകയുള്ളൂ. ഇത് തന്നെയാണ് ഉക്രൈൻ ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.